ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ ഉയർന്നു വന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിക്ഷേപകരിൽ നിന്ന് ഇത് വ്യാപകമായ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നു. നവീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, കയറ്റുമതി, വൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് തുടർച്ചയായ ഊന്നൽ നൽകുന്നതിനാൽ ഈ കുതിപ്പ് മന്ദീഭവിക്കും എന്ന ഭീതിക്ക് തീരെ സാധ്യതയില്ലാതെയായിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെ പ്രവചനം മറികടന്ന് രണ്ടാം പാദത്തിൽ ഇന്ത്യ 8.2% സാമ്പത്തിക വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 6 പാദങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കാണിത്. റിസർവ് ബാങ്കിന്റെ അനുമാനം വെറും 7% മാത്രമായിരുന്നു. മറ്റ് സാമ്പത്തിക ഏജൻസികളും 7 മുതൽ 7.5% വരെ മാത്രമാണ് പ്രവചിച്ചിരുന്നത്. US തീരുവയുടെ ആഘാതം മൂലം രണ്ടാം പാദത്തിൽ വളർച്ചാ നിരക്ക് കുറഞ്ഞേക്കുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങൾ തെറ്റായിരുന്നുവെന്ന് തെളിയിച്ച വളർച്ചയാണ് രാജ്യം നേടിയിരിക്കുന്നത്. ആദ്യ പാദത്തിലെ 7.8% നിന്നാണ് രണ്ടാം പാദത്തിൽ 8.2% വളർച്ചാ നിരക്ക് ഉയർന്നിരിക്കുന്നത്. ഉൽപാദനം, നിർമ്മാണം, സേവനം എന്നീ മേഖലയിലെ കുതിപ്പാണ് ഉയർന്ന സാമ്പത്തിക വളർച്ച നേടാൻ ഇടയാക്കിയത്. ഉൽപാദന മേഖലയിൽ 9.1%, നിർമ്മാണ മേഖലയിൽ 7.2%, സേവന മേഖലയിൽ 10.2% വളർച്ച നേടിയതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തി 50% തീരുവ വളർച്ചയെ ബാധിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ കണക്കുകൾ. ലോകം മുഴുവൻ വളർച്ചയുടെ കാര്യത്തിൽ മന്ദീഭവിച്ചു നിൽക്കുമ്പോഴാണ് ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ 6 മാസക്കാലത്ത് ഇന്ത്യയുടെ GDP മുൻവർഷത്തെ 89.35 ലക്ഷം കോടി രൂപയിൽ നിന്ന് 96.52 ലക്ഷം കോടിയായാണ് ഉയർന്നത്. കാർഷിക ഉൽപാദനത്തിലെ കുറവ് പോലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമായില്ല. GST നിരക്ക് കുറച്ച പരിഷ്കാരം ഫാക്ടറി ഉൽപാദനത്തിൽ കുതിപ്പുണ്ടാക്കിയതാണ് പ്രതീക്ഷയ്ക്കപ്പുറമുള്ള വളർച്ച സാധ്യമാക്കിയത്. 2024-25 രണ്ടാം പാദത്തിൽ ഉൽപാദന വളർച്ച 2.2% ഇക്കുറി 9.1% വർദ്ധിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ കാർഷിക ഉൽപാദനത്തിന് തിരിച്ചടി സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച രണ്ടാം പാദത്തിൽ വലിയ റെക്കോർഡ് സൃഷ്ടിക്കുമായിരുന്നു. വൻകിട രാജ്യങ്ങളുടെ തീരുവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ ഉലയ്ക്കുന്നത് പലപ്പോഴും സ്വന്തമായി ശക്തമായ സാമ്പത്തിക അടിത്തറയില്ലാത്ത രാജ്യങ്ങളെയാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ അവസ്ഥയും അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്ന് അതിവേഗം വളരുന്ന ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള രാജ്യമായി പരിണമിക്കുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കുന്നതാണ് ഈ പുതിയ വളർച്ചാ നിരക്കുകൾ നൽകുന്ന സൂചനകൾ. രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GDPയിൽ അടിസ്ഥാനപരമായി അളക്കുന്നത്. 8.2% വളർച്ച ഇന്ത്യ കൈവരിച്ചതിന് ആകെ ഉൽപ്പന്ന സേവന മൂല്യം എന്നതിനപ്പുറം മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഫാക്ടറികൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, വ്യാപാര മേഖലയിൽ കൂടുതൽ കടകൾ തുറന്നിരിക്കുന്നു, കൂടുതൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു, വിപണിയിൽ കൂടുതൽ പണം വിനിമയം ചെയ്യപ്പെടുന്നു എന്നൊക്കെ കൂടിയാണ് ആ അർത്ഥം. കൂടുതൽ ജോലികൾ, മികച്ച വേതനം, ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതുമായ സാധനങ്ങൾ വാങ്ങാനുള്ള അധിക ശേഷി എന്നിവയാണ് സാധാരണക്കാരെ സംബന്ധിച്ച ഈ വളർച്ച അനുഭവവേദ്യമാക്കുന്ന ഘടകങ്ങൾ. ഈ വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്ന് നിർമ്മാണ മേഖലയുടെ ശക്തമായ പ്രകടനമായിരുന്നു. ഈ മേഖല കൈവരിച്ച വളർച്ചാ നിരക്ക് 9.1%. അതായത് ഫാക്ടറികൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. വിദഗ്ധ, അവിവിദഗ്ധ തൊഴിലാളികൾക്ക് ഈ ഫാക്ടറികൾ ഒരുപോലെ ജോലി നൽകുന്നു. പുതിയ വീടുകൾ, മികച്ച റോഡുകൾ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം വളർച്ചയുടെ ദൃശ്യമായ അടയാളങ്ങളാണ്. കുതിച്ചുയരുന്ന സേവന മേഖല 9.2% വളർച്ച നേടിയെന്നത് അർത്ഥമാക്കുന്നത് ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ ജോലികൾ എന്നിവയിൽ കൂടുതൽ അവസരങ്ങൾ സംജാതമായി എന്നാണ്. നഗര തൊഴിലാളികൾക്കും പ്രൊഫഷണലുകൾക്കും ഇത് മെച്ചപ്പെട്ട ഉപജീവന മാർഗം സമ്മാനിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആത്മനിർഭർ ഭാരത് പദ്ധതി ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ നിർണായകവും സുപ്രധാനവുമായ പങ്കാണ് നിർവഹിച്ചിരിക്കുന്നത്. ഏത് ഉൽപ്പന്നത്തിനായാലും മറ്റു മേഖലകളിലെ സേവനങ്ങൾക്കായാലും ഒരിക്കൽ നികുതി കൂട്ടിയാൽ ഒരിക്കലും കുറയ്ക്കാത്ത ഒരു സാമ്പത്തിക നയമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 3/4 നൂറ്റാണ്ടായി ഇന്ത്യ തുടർന്നു വന്നിരുന്നത്. നികുതിയിലൂടെ വരുമാനം കൂട്ടുന്നതിനപ്പുറം ഉൽപാദനം വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന പുതിയ സാമ്പത്തിക നയത്തിന്റെ പാതയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് GST നിരക്കുകളിൽ വലിയ കുറവ് വരുത്തിയ വിപ്ലവകരമായ തീരുമാനം. രാജ്യം ഉയർന്ന വളർച്ച രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അടുത്തയാഴ്ച ചേരുന്ന റിസർവ് ബാങ്ക് പണനയ സമിതി യോഗം
പലിശ വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ നിർമ്മാണ രംഗത്ത് വളർച്ചയുടെ വൻ കുതിപ്പ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഇനി സ്വകാര്യ ചെലവും പ്രധാന ഘടകമായി തന്നെ മാറിയിട്ടുണ്ട്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി ആളുകൾ ചെലവഴിക്കുന്ന തുകയാണ് പ്രൈവറ്റ് ഫൈനൽ കൺസ്യൂം എക്സ്പെൻഡിച്ചർ. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 62%. ഈ പദത്തിൽ ഇത് 7.9% വളർച്ച കൈവരിച്ചതായാണ് കണക്കുകൾ. ഇതിനർത്ഥം രാജ്യത്തുടനീളമുള്ള ആളുകൾ കൂടുതൽ സമ്പാദിക്കുകയും കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഗ്രാമീണ ഇന്ത്യയിൽ കാർഷിക മേഖലയിലെ വളർച്ച 3.5% മാത്രമായിരുന്നു. ഇൻപുട്ട് ചെലവുകൾ, കാലാവസ്ഥ തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ മൂലമാണ് ഇത് സംഭവിച്ചത്. എങ്കിലും കർഷകർക്ക് സബ്സിഡികൾ, ഇൻഷുറൻസ്, മിനിമം താങ്ങുവില എന്നിവ നൽകുക വഴി സർക്കാർ കർഷകരെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇത് അവരുടെ വരുമാനം സ്ഥിരപ്പെടുത്താനും ഗ്രാമീണ മേഖലയിൽ വാങ്ങൽ ശേഷി നിലനിർത്താനും സഹായിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US കനത്ത തീരുവ ചുമത്തിയില്ലേ എന്നും അത് നമ്മുടെ കയറ്റുമതിയെ മന്ദഗതിയിലാക്കുകയും ഇന്ത്യൻ ബിസിനസ്സുകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തില്ലേ എന്നുമാണ് ചിലരുടെ ചോദ്യം. താരിഫ് വർദ്ധിച്ചു എന്നത് സത്യമാണെങ്കിലും ഇതിനിടയിലും ഇന്ത്യയുടെ കയറ്റുമതി 5.6% വർദ്ധിച്ചിട്ടുണ്ട്. അതിലും പ്രധാനം ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ശക്തമായി ഉയർന്നു എന്നതാണ്. സർക്കാർ പരിഷ്കാരങ്ങളുടെയും സംരംഭങ്ങളുടെയും ഫലമായാണ് പ്രധാനമായും ഇത് സംഭവിച്ചത്. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ, നികുതി ലളിതവൽക്കരണങ്ങൾ, ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് പോലുള്ള ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, എളുപ്പത്തിലും വേഗത്തിലും വായ്പകൾ ലഭ്യമാകാൻ എന്നിവ വലുതും ചെറുതുമായ ബിസിനസ്സുകളെ ശാക്തീകരിക്കുകയായിരുന്നു. ബാങ്ക് വായ്പകൾ 10%-ലധികം വർദ്ധിച്ചു. ഇത് സ്റ്റാർട്ടപ്പുകളെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും പിന്തുണച്ചു. സാമ്പത്തിക അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ സന്തുലിത പ്രവർത്തനം ഈ ഫലങ്ങളിൽ തിളങ്ങുന്നുണ്ട്. സർക്കാരിന്റെ അന്തിമ ഉപഭോഗ ചെലവിൽ നേരിയ കുറവുണ്ടായെങ്കിലും നികുതി വരുമാനം 9.5% വർദ്ധിച്ചു. ഇത് അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാതെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലും ക്ഷേമത്തിലും നിക്ഷേപം തുടരാൻ അനുവദിച്ചു. റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുതി ഉൽപ്പാദനം, ഡിജിറ്റൽ പൊതുവസ്തുക്കൾ എന്നിവയിലെ തന്ത്രപരമായ നിക്ഷേപങ്ങൾ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറച്ചു. അവ ബിസിനസ് ചെയ്യുക എന്നത് എളുപ്പമാക്കി. ഈ ഘടകങ്ങൾ ആഭ്യന്തര വിദേശ നിക്ഷേപകരെ ആകർഷിക്കുകയും വളർച്ച, തൊഴിൽ നവീകരണം എന്നിവയുടെ ഒരു ഗുണപരമായ സമ്പൂർണ്ണ ചക്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു.